ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടിയാണ് നമ്മൾ ഗോൾഡ് പർച്ചേസിംഗ് ആണ്. നമ്മൾ വന്ന ടൈം കുറച്ച് ലേറ്റ് ആയിട്ടോ, കാരണം 9 മണിക്ക് ആകുമ്പോഴത്തേന് ഗോൾഡിൻ്റെ ടൈം കടക്കുന്ന ടൈമാണ്. നമുക്ക് അറിയില്ല. ഇനി നമ്മൾ 2-3 കടയിൽ ഇപ്പോൾ തിരഞ്ഞു. നമ്മൾ തൊട്ടപ്പുറത്തുള്ള ആ കടൻ്റെ പേരെന്താ, മഹാറാണി. അത് അടച്ചു. പിന്നെ ഇപ്പോൾ അവിടെ ആകല്ലേ ഇപ്പോൾ ഗോൾഡ്, സ്കൈ ഗോൾഡ്. നോക്കി വേഗം കയറിക്കോളി. ആണ് വേഗം കയറുക. ഗൈസ് ക്ലോസ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. നമുക്ക് തുറന്നു തന്നു. ഒലൊക്കെ എടുത്ത് വെച്ചിനാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ എൻട്രി. ആണോ? ഇതന്നെയാണ് മോഡല്. നമുക്ക് പെട്ടെന്ന് പരിപാടി വെക്കാം. വെട്ടൂന്ന് കരുതിയാണ് ഗൈസ്. എന്നെ മഹാരാജന്റെ ബ്രേസ്ലെറ്റ് അല്ല, അതന്നെ കുട്ടിയത് ബ്രേസ്ലെറ്റാ. വിജയല്ലേ പറഞ്ഞത് മറ്റേ കൈച്ചെയിനാണ്. ആണോ? നമുക്ക് ഇതിനെ പറ്റി അറിയാത്തോണ്ടാണ്. ഇതിങ്ങനെ കണ്ണിങ്ങനെ നീക്കണാണ്. ഇത് ഈ മുത്തത്രയാണ് തടി അങ്ങനെ നീക്കും. അരിയിലാതൊന്ന് പറയോ? ഞങ്ങളൊരു മോതിരപാട് വിചാരിച്ചു. ഉണ്ടോ? ആ നോക്കട്ടെ. എനിക്കൊരു പിടുത്തമല്ല ഗൈസ് ഈ ഗോൾഡ് പർച്ചേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. എന്താണാവോ, തമ്പുരാനറിയാം. എങ്ങനെ ഇത് രസമുണ്ടല്ലേ? പൂമ്പാറ്റല്ലേ? സ്വർണ്ണം തോന്നൂലേ? പക്ഷേ ഒക്കെ വലിപ്പം കൂട്ടാനും കുറക്കാനും ഇത് രണ്ടുപേരും പോലെ ഒന്നും കൂടി നമുക്ക് തോന്നുന്നു ഇതാണെന്ന് അല്ലേ? 3 ഗ്രാമോ? അതാണ് സീൻ. ഇത് ഒന്നുമില്ലെങ്കിൽ ഇതെടുക്കാം. എത്ര? ആടാ അതുണ്ട്, സാധനമുണ്ട്. ഏതോ ഒരു ഇത് തോന്നില്ല. കുറച്ചൊക്കെ ഒരു തോന്നുന്നുണ്ട് അല്ലേ? രമാ നോക്കാം. മലപ്പുറം ശ്രദ്ധിക്കുന്ന ആളാണേ. ആണോ? 2 രസമുണ്ടല്ലേ? ഒന്നും കൂടി ഇത് രസമുണ്ടല്ലേ? ഇത് രസമുണ്ടല്ലേ? മമ്മ എന്താണ് കമ്മൽ എടുത്തപ്പോ രസമുണ്ട് കാണാട്ടോ അല്ലേ? ഇത് രണ്ടും രസമുണ്ട്. ഇതൊന്നും കൂടി ഇതാണ് നല്ല. നമുക്ക് ഇവര് മാത്രമേ തുറന്ന് തന്നത്. ഇതൊന്നും കൂടി രസല്ലേ പൂമോളെ? ഇതിനൊക്കെ ഒന്നും പാടെ രസം തോന്നി. നിങ്ങളെ അഭിപ്രായം പറയും, കമന്റ് ചെയ്യൂ ഗൈസ്. സംഭവം സെറ്റ് ആയിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെടാ എന്തൊക്കെ വരും? ഒന്നര ഗ്രാമോ? ഉറപ്പിക്കല്ലേ? ഓക്കെ അമ്മ. അല്ല ഓളെ മോതിരത്തിന്റെ സൈസ് എത്ര പറഞ്ഞോ? അല്ല അത് എന്നോട് എന്തോ പറഞ്ഞേ, 15. ആ സൈസ് തന്നെ പറഞ്ഞ. അങ്ങനെ രസമുണ്ട്. അതെവിടെ സംഗതിയുടെ സാധനം
നമ്മൾ എടുക്കാണ് ഗൈസ്. അതോ ഇനി അടുത്ത് നമ്മള് മോതിരം വേണം. മോതിരം എടുക്കാണ്. ക്ലോസിംഗ് ആയിരിക്കോ നമ്മളെപ്പോഴാ വന്നേ നമ്മള് ഒരു 1 മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾ കസ്റ്റമർ ഉണ്ടാക്കിയല്ലേ ഞങ്ങളിപ്പോ ഇനി എന്താ ചെയ്യേത്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടിനി ഗൈസ്. താകലും അല്ല ഞാൻ കണ്ടപ്പോഴാണ് പിന്നെ ഞങ്ങളോട് വന്നോളിഞ്ഞ് എന്തായാലും മടങ്ങി പോകണം. അല്ലെ പിന്നെ നാളെ ഇതല്ലെങ്കിൽ അപ്പുറത്താണ്. അപ്പുറത്തേക്ക് മണ്ടി ഞാൻ അവിടെ പോയി മുട്ടി. പക്ഷെ അവിടെ അടച്ച് ആരോ വരുന്നുണ്ടായിരുന്നു വേഗം. ഇവര് പിന്നെ നമ്മളെ കണ്ടപ്പോ പിന്നെ അവർക്കൊന്നും കാട്ടാൻ പറ്റില്ല. ഏതായാലും വന്നാലേ അല്ലേ അതുകൊണ്ട് സഹിച്ചു. റിങ് എവിടെ കൊണ്ടുവരുന്നുണ്ട്. സാധനം എത്തിക്കണ്. ഇതൊക്കെ ഓ എന്റെ രസം ഷംന നോക്ക് 15 15 പറഞ്ഞേ. 15 പറഞ്ഞത്. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിളിച്ചു ചോദിക്കണം. എവിടെ എവിടെ ഇതിന്റെ 15 ഒക്കെ കാണാം. ഇത് 18 ഇത് 18. അല്ല അതിന് സൈസ് ഉണ്ടാവില്ല. സൈസ് ഉണ്ടാവില്ല. വിരലില്ല, വിരല് തീരെ വണ്ണല്ല, ചെറിയത് മതി. സിമ്പിൾ വർക്ക് ഒരു പവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാമോ 100 ഗ്രാമോ 8 ഗ്രാമോ അല്ല ഒരു പവന് എത്രയാണ്? 8 ഗ്രാം ഒരു പവന് അല്ലേ? അങ്ങനെയാണ് സംഭവം. അതും കൂടി അറിയാം. നമുക്ക് ഇതിനെ പറ്റി അറിയാത്തോണ്ടാണ് ആൾക്കാർ എന്താണ് സ്വർണ്ണം എടുക്കാൻ വന്ന ആൾക്കാർ. രസമുണ്ട്. നോക്ക് ഷംന, നമുക്ക് പറ്റിയതിന് ഡിസൈൻ നോക്ക്. ഇതൊക്കെ എത്ര ഒരു ഡിസൈൻ നോക്കിയത് രസമുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് വേറെ കൂടി നോക്കാൻ പറ്റുള്ളൂ. എത്ര ചെറുതാവാൻ പറ്റുമോ? ഒരു അത്രയും ചെറുതാവണം. സിമ്പിളാണ് വേണ്ടത്. അതാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോടാ. നല്ലൊരു പൂ. നമുക്ക് വേഗം തന്നോ. നോക്ക് 1 ഗ്രാം സൈസ് 15 നോട്ടാ, 1 ഗ്രാമും ചില്ലറി. ഓ ഇത് വലിപ്പാണ്. ഇത് വലുതൊന്നും തോന്നിക്കാരാ. 15 അതല്ലേ അതിന്റെ വർക്കില്ലേ? ഡിസൈനാണ്. ഓവർ ഡിസൈൻ ഇല്ലേ? ഓവർ ഡിസൈൻ ഒക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് പറ്റും നമുക്കറിയില്ലല്ലേ. ഇത് നോക്കാം. സിമ്പിൾ ആയിട്ട് നോക്കിയാ ഓ അതൊക്കെ ഇതുണ്ടോ? ഇത് സിമ്പിൾ വർക്കാണ്. ഇതുണ്ടോ? ഇതും ഇതൊക്കെ അല്ലേ സിമ്പിൾ വർക്കുകൾ. ഇത് കണ്ടില്ലേ സിമ്പിൾ വർക്കുകള്? അതോ എനിക്ക് ഈ തന്നെ കൊള്ളുവോ? 15 സ്റ്റാർട്ടിങ് സൈസ് വരുന്നത് അല്ലല്ലോ? 10 9 15 തന്നെയാണ്. ഞാൻ നോക്കട്ടെ. ഒന്നല്ല. നമ്മളങ്ങനെ ഒരു മോതിരം പാടം എടുത്തേക്കണേ. ഇതാണ് മോതിരം. മമ്മ എന്താ അവസ്ഥ? രസമുണ്ട്. ഇതും കാണാനൊക്കെ പിന്നെ ഇത് ഉണ്ട്. രണ്ടോട്ടോ എടുത്തത്. മോതിരം ഒരു കൈച്ചേനും. രസമുണ്ട്. ഓക്കെ സെലക്ട് ചെയ്തു. ഷംന എന്താ അഭിപ്രായം? ഇത് പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഡ്രസ്സിന്റെ മൈക്ക് വലിയ പണിയില്ല. പെട്ടെന്ന് ഇതായി. നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സിന്റെ അവിടെ കേറണ്ടില്ലേ? നമുക്കറിയില്ലല്ലോ ഈ സ്വർണ്ണക്കട ഇങ്ങനെ അടുക്കുന്നത്. വേഗം അടക്കണ കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് അറിയാലോ. അതന്നെ രാത്രി ഇഷ്ടാവുമ്പത്തിന് വെള്ളം കുടിക്കട്ടെ. നല്ല പൊട്ടലോട്ടുണ്ട്. ബില്ല് കൊടുത്തിട്ട് വെള്ളം കുടിക്കല്ലേ? കുഞ്ഞാഴ്ചയില്ലേ അവിടെ വിളിക്കണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഡ്രസ് എങ്ങനെയുണ്ട് മമ്മ? ഡ്രസ് ഉണ്ടോ? ഇന്നേ വരെ നമ്മള് എന്താ പറയാ, ഞങ്ങൾക്ക് ഇതുവരെ സ്വർണ്ണം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കില്ലേ സ്വർണ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇമ്മ എനിക്ക് ഇങ്ങനെ എടുത്തതാണ്. അത് നല്ല പറ്റാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളെ ആവശ്യത്തിന് എടുക്കണില്ലേ. ഒരു മോതിരം എടുക്കാൻ കയറി, പണയം വെക്കാൻ കയറിയിരിക്കണേ. പിന്നെ നാളെ ഈ കമ്മൽ എടുക്കാൻ കയറിയില്ലേ. അങ്ങനെ ആവശ്യത്തിന് തന്നെ കേറിയിട്ടുള്ളൂ. ഇനി തൊട്ട് ഇനിയിപ്പോ ഇങ്ങനെ കേറേണ്ടി വരും. കയറി നമ്മള് ഇനി ചിലപ്പോ പണയം വെക്കാൻ കയറേണ്ടി വരും. 73 അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? എന്നാ പരിപാടി എന്നറിയോ? കേരളം ഉണ്ടായത് പിറ്റത്തെ സുബൈയാങ്ങില്ലേ? പഴങ്ങിക്കണടാ. രാവിലെ പോണേ, എത്തണം. വെള്ളിയാഴ്ച ആയിക്കൊണ്ടില്ലേ? വെള്ളിയാഴ്ച അല്ലേ പറയും പോലെ? അതെ ഞാൻ വിളിച്ചു ചോദിച്ചണേ വൈകുന്നേരം പഴങ്ങിക്കണ. ഞാൻ മൂപ്പർക്ക് പോകണം, മൂപ്പര് ഗൾഫ് പോകാനായി നിൽക്കുകയാണേ.
29 30 മൂപ്പര് പോണേ. അപ്പൊ അതിന് മുമ്പ് ഇത് നടത്തി കഴിച്ചണം. ഫാസ്റ്റ് ആക്കിയതാണ്. സാധിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ്. അറിയോ ഇതെന്താ അവിടെ അവിടെ ഒരു ബൈക്ക് അങ്ങോട്ട് പോണ ടൈമേ സെറ്റ് ആക്കാണ്ട് ഇതാക്കാണ്ട് ഉറപ്പിക്കാണ്ട് കഴിഞ്ഞില്ലേ? ഉറപ്പിച്ചിട്ടില്ല. എന്താ എല്ലാരും വിളിച്ച് പറഞ്ഞോ? കുഴപ്പമില്ല. അത് എന്തായാലും ആ ടൈമിൽ നമുക്ക് അങ്ങോട്ട് എത്തേണ്ടത് ഉണ്ടാവില്ല. എന്നാ ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എന്നാ ഇനി വേറെ പരിപാടി എന്താണ്? നീച്ചല്ലേ? നീച്ച ഫോട്ടോ എടുക്കണം. നമ്മള് ക്ലോസ് ചെയ്തിട്ടാണോ ഓൾക്ക് പെരുകി പോകാൻ? അറിയോ? ബില്ലടിച്ചണോ? ബില്ലടിച്ചണോ? ബില്ലിന്നാ ഏതായാലും താങ്ക് യു. വളരെ നന്ദി. അല്ലെങ്കിൽ നമ്മള് അല്ല അഞ്ഞ് ഫാൻസി എടുക്കുവോ? ഇതാണ് കേട്ടോ സാധനം. എന്താ നിങ്ങളെ അഭിപ്രായം പറയില്ലേ? കമന്റ് ചെയ്യുക ഗൈസ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. വല്യമ്മക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം ഇല്ല മാമ? വല്യമ്മക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ആർക്കും ഇഷ്ടപ്പെടാതെ ആർക്കും ഇഷ്ടം സ്വർണ്ണല്ലേ ആർക്കും ഇഷ്ടപ്പെടാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പ്രത്യേകം ഇഷ്ടപ്പെടും. എന്താ നമുക്ക് പറയാല്ലേ? ഓൾക്ക് എന്താ പറയാ? ഓൾക്കല്ലേ പെങ്ങള് നല്ലൊരു സെലക്ഷൻ. അതെ പരിപാടിയാണ് നടക്കട്ടെ അല്ലേ? നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിയത് നമുക്ക് പാലട പായസം അല്ലേ? ഓരോ ഓണത്തിൻ്റെതായിട്ട് ഞാൻ ഇറങ്ങിയല്ലേ അമ്മ? ശരി കേട്ടോ. ആ നമ്മ ഇറങ്ങിയല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ സ്വർണത്തിന്റെ ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. നമ്മളെ സ്വർണത്തിന്റെ പർച്ചേസിങ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഞങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത് ഇപ്പോൾ ഇനി ചെരുപ്പും പിന്നെ അതേപോലെ തന്നെ ബ്രൈഡൽ എന്താ ഞാൻ പറയുന്നത്, എന്താ ഈ സാധനങ്ങളുടെ പേര്? മേക്കപ്പോ? ചെരുപ്പ് വേണം, ബാഗ് വേണം. അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കേറുകയാണ്. നമ്മമ്മ കേറിക്കോളി, നിങ്ങൾ കേറിക്കോളി, നിങ്ങൾ കേറിക്കോളി. എനിക്ക് മറ്റേ വള വാങ്ങണം കേട്ടോ. വളയും മാലയൊക്കെ ഗൈസ് നമ്മള് സ്വർണ്ണം അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല, ക്ലോസ് ആയി പോകുന്നു വിചാരിച്ചാണ് കേട്ടോ. നമ്മളെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാനേ എന്റെ ചെരുപ്പ് അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് ചവിട്ടി പഞ്ചറാക്കി ഞാൻ പോകും. വേർതിർത്തു ഇപ്പഴത്തെ ചുരിദാർക്ക് ചേരും. മറ്റേത് ഇത് രസല്ലേ? ഇത് രസല്ലേ? ഇതിങ്ങനെ നമുക്കത്തെ രസല്ലേ? ഇങ്ങനെ ലിഫ്റ്റിക്ക് പറഞ്ഞു പിന്നെ അത് മതിയല്ലോ. കുപ്പിവള അതാണ് മെയിൻ. നോക്കി നോക്കാം ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ ചെരുപ്പ് എടുത്തിക്കണം കേട്ടോ. ഇതാണ് ചെരുപ്പ് വരുന്നത്. അമ്മ ചെരുപ്പ് കൺഫേം ആക്കിക്കണ്. അമ്മ ചെരുപ്പ് കൺഫേം ആക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ അമ്മ? പെരിയില്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ചെരുപ്പ്. നിങ്ങൾ പറയട്ടോ എങ്ങനെയുണ്ടെന്ന്. പെണ്ണുങ്ങളെ പരിപാടിക്ക് ഇത് നോക്കിയാ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളാണ്. അതായത് ചെറിയ ജിമിക്ക് കമ്മലും മറ്റേതും മറിച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ? എത്ര കൊറേ ഇതുണ്ടല്ലേ? ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കാല്ലേ? മാത്രം ഒന്നും വാങ്ങിയില്ല. അമ്മമാക്ക് ഞാനൊരു കമ്മലല്ല, 2 വള വാങ്ങി. ഒരു ജിമിക്ക് കമ്മൽ വാങ്ങിയല്ലോ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെറുതെ തൊള്ളയും പൊളിച്ച് നോക്കി നിൽക്കുന്ന പരിപാടി തന്നെ ഉള്ളൂ നമുക്ക്. അതുപോലെ പർച്ചേസിങ് കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മണിക്കൂർ പോയി. എന്നാ വരി വീഡിയോ അതിൻ്റെ ഭാഗം വരി. എന്നാ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞില്ലമ്മ? എന്നാ എല്ലാവരും എല്ലാവരും പറഞ്ഞു. അസ്സലാമലൈക്കും ഗൈസ്. അടുത്ത വീഡിയോ എടുക്കണം. അതെല്ലാവർക്കും ഗൈസ് നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. മറ്റന്നാൾ ഇതിൻ്റെ മുട്ടായി കൊടുക്കലാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.